എപ്സ്റ്റെയിൻ ഫയലിലെ ഇന്ത്യൻ സുന്ദരി ആരാണ്? അതുപോലെ തന്നെ ഡോക്ടർ വിനയ് പ്രസാദ് ചെയ്യുന്ന ദ്രോഹത്തെപ്പറ്റി ന്യൂയോർക്ക് പോസ്റ്റ് ഇന്നൊരു എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നു. അതിലെത്രമാത്രം കഴമ്പുണ്ട്. പിന്നെ മൂന്നാമതൊരു കാര്യം, ഈ അന്തരിച്ച സിവിൽ റൈറ്റ്സ് നേതാവ് ജെസ്സി ജാക്സനെ പറ്റി പ്രസിഡന്റ് ട്രംപ് വളരെ വളരെ വികാരനിർഭരമായ ഒരു സ്മരണാഞ്ജലി നടത്തിയിരിക്കുന്നു. സാധാരണ നിലയിൽ ആക്ഷേപകരമായ എന്തെങ്കിലും പരാമർശം ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. അദ്ദേഹത്തെപ്പറ്റി വളരെ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം വലിയ സിവിൽ റൈറ്റ്സ് നേതാവും അതുപോലെ തന്നെ വലിയ മനുഷ്യസ്നേഹിയുമായിരുന്നു. അദ്ദേഹം ഒട്ടേറെ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. അതുപോലെ തന്നെ അദ്ദേഹവുമായിട്ട് വളരെ കാലത്തെ പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഓഫീസ് ട്രംപ് ടവറിൽ, ട്രംപിൻ്റെ ഓഫീസ് ബിൽഡിങ്ങിൽ ന്യൂയോർക്ക് സിറ്റിയിലുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം അനുസ്മരിച്ചത്. അതിനു പുറമെ ഒബാമയ്ക്കിട്ടൊരു കൊട്ടു കൊടുക്കാനും മറന്നില്ല. ഒബാമയ്ക്കിട്ട് ഈയിടയ്ക്കൊരു കൊട്ടു കൊടുത്തത് നമ്മൾ കണ്ടതാണ്. അതായത് ഒബാമയുടെയും മിഷൽ ഒബാമയുടെയും ചിത്രങ്ങൾ ഏതോ കുരങ്ങിൻ്റെ രൂപത്തിൽ ഏതോ ഉള്ള ഒരു കരിക്കേച്ചർ ഈ വൈറ്റ് ഹൗസ് പങ്കുവെച്ചു. അത് വലിയ വിമർശനം ഉണ്ടാക്കിയിട്ടും 12 മണിക്കൂറിന് ശേഷമാണത് നീക്കം ചെയ്തത്. അപ്പോൾ തന്നെ അറിയാമല്ലോ വൈറ്റ് ഹൗസിൻ്റെ ആ നിലപാട്. എന്തായാലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ ജെസ്സി ജാക്സൺ ആണ് ഒബാമ പ്രസിഡൻ്റ് ആകുന്നതിന് വലിയ പങ്ക് വഹിച്ചത്. പക്ഷേ അതനുസരിച്ചുള്ള യാതൊരു നേട്ടവും അദ്ദേഹത്തിന് കിട്ടിയില്ല, തിരിച്ചു കിട്ടിയില്ല. അദ്ദേഹത്തിന് ഏതെങ്കിലും ഉചിതമായ സ്ഥാനങ്ങളോ ഒന്നും ലഭിക്കുകയുണ്ടായില്ല. എന്ന് മാത്രമല്ല, ജെസ്സി ജാക്സൺ ഈ ഒബാമയെ ഇഷ്ടമില്ലായിരുന്നു എന്നും പറയുന്നു. അല്ലായിരിക്കാം, നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അതൊരു കാലഘട്ടം അദ്ദേഹത്തോടുകൂടി അവസാനിക്കുകയാണ്. ജെസ്സി ജാക്സന് അവസാന കാലത്ത് അദ്ദേഹത്തിന് ഇല്ലിസിറ്റായിട്ടുള്ള റിലേഷനെ പറ്റിയും അങ്ങനെ ഒരു കുട്ടി ഉണ്ടായതിനെ പറ്റിയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഭ മങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടതാണ്. എങ്ങനെയായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അദ്ദേഹത്തിൻ്റെ ആയകാലത്ത് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഈ 84-ാമത്തെ വയസ്സിൽ വിട പറയുമ്പോൾ മാർട്ടിൻ ലൂതർ കിങ്ങിന് ശേഷം ഉണ്ടായ വലിയ ആഫ്രിക്കൻ അമേരിക്കൻ നേതാക്കളുടെ ഒരാളാണ്. ഈ ആഫ്രിക്കൻ അമേരിക്കൻ നേതാക്കൾ നമ്മൾ വളരെ ആദരപൂർവ്വം കാണേണ്ടതാണ്. കാരണം അവരുടെ പോരാട്ടവും അവരുടെ പരിശ്രമവും കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ വലിയ ആളുകളായിട്ട് നമ്മൾ വിലസുന്നത്. അതിനെ തകർക്കാനായിട്ടാണ് ഇപ്പോഴത്തെ റേസിസം ശക്തിപ്പെടുന്നത്. നമുക്കെതിരെ ഇന്ത്യക്കാരെന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ഈ ധാരാളം വെള്ളക്കാർക്ക്, എല്ലാ വെള്ളക്കാർക്കും അല്ല, ധാരാളം വെള്ളക്കാർക്ക് അമർഷവും അരിശവുമുണ്ട്. നമ്മൾ അവരുടെ എന്തൊക്കെയോ തട്ടിയെടുക്കുന്നു എന്നുള്ള ഒരു ധാരണയുമുണ്ട്. ആ റേസിസം വർദ്ധിക്കുന്നത്, ഒറ്റപ്പെട്ട റേസിസം എങ്ങനെയൊക്കെയാണ് വരുന്നത് നമുക്ക് പറയാനും പറ്റില്ല. ഇനി എപ്സ്റ്റെയിൻ ഫയലിനെ പറ്റി വരുമ്പം, എപ്സ്റ്റെയിൻ്റെ സെക്രട്ടറി ആയിട്ട് ഒരു ഇന്ത്യൻ യുവതി ഉണ്ടായിരുന്നു. ഈ എപ്സ്റ്റെയിൻ കേസിൽ കുടുങ്ങിയ ശേഷം അവരെന്തോ അതിൽ എപ്സ്റ്റെയിനെതിരെ എന്തോ കേസിൽ എന്തോ ഫയൽ ചെയ്യുകയുണ്ടായി. അവർക്കെന്തോ $75,000 നഷ്ടപരിഹാരം കൊടുത്തു എന്നൊരു വാർത്ത വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. എന്നതൊഴിച്ചാൽ ഒരു ഇന്ത്യൻ സുന്ദരിയെ ഉപയോഗപ്പെടുത്തി പിഡോഫൈൽ ഐലൻഡിലൊക്കെ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഇവിടെ ഉപയോഗപ്പെടുത്തുകയൊക്കെ ചെയ്തു എന്നുള്ളതിനെപ്പറ്റി യാതൊരു നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി അങ്ങനെ വല്ലതും ഉണ്ടോയെന്ന് നമ്മളറിയാത്ത കാര്യങ്ങളാണ്. ഒരുപക്ഷെ ഉണ്ടാകാതിരിക്കാം. ഇനി ഒരു ഇന്ത്യക്കാരിയോട് പ്രത്യേകിച്ച് ഒരു സ്നേഹം തോന്നേണ്ട കാര്യം എന്താണെന്നും മനസ്സിലാകുന്നില്ല. ഇനി ഈ ചെറിയ പെൺകുട്ടികൾ ആ കൂടെ ഏതെങ്കിലും ഇന്ത്യക്കാരിയും പെട്ടുപോയതായിരിക്കാം ഒരുപക്ഷെ. എന്നിട്ട് അവർ ഇന്ത്യയിലേക്ക് തിരിച്ചുപോയി എന്ന് പറയുമ്പോഴാണ് അത് എങ്ങനെയാണെന്ന് മനസ്സിലാവാത്തത്. അപ്പോൾ അതിൻ്റെ കൂടിയാണ് നമ്മുടെ ഇന്ത്യയിലെ ഈ മന്ത്രി ഹർദീപ് പുരിയെ പറ്റി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് എപ്സ്റ്റെയിൻ ഫയലിൽ 122 തവണ ഉണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പുത്രിക്ക് വേണ്ടി എന്തോ ആനുകൂല്യങ്ങൾ, എന്തോ അഡ്മിഷൻ്റെ കാര്യത്തിലെന്തോ ഇങ്ങനെയുള്ള സഹായം തേടുന്നുമുണ്ട്. പക്ഷേ ഇതൊന്നും കുറ്റകരമായ ഒരു കാര്യവുമില്ല. അങ്ങനെയുള്ളൊരു ചീത്ത ബന്ധങ്ങളൊന്നും താനുമായിട്ടില്ല എന്നാണ് ഹർദീപ് പുരി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് പ്രൊഫഷണൽ ബന്ധമായിരുന്നു. അദ്ദേഹം ഇവിടെ UN-ൽ ഇന്ത്യയുടെ അംബാസഡറായിരുന്നു. ആ നിലയിലുള്ള ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി, ആ രീതിയിലുള്ള ബന്ധങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇദ്ദേഹം ഈ കാര്യപ്പെട്ട ലോക നേതാക്കളെല്ലാം തന്നെ ഈ എപ്സ്റ്റെയിൻ്റെ കൂടെ ഉണ്ട്. അപ്പം എപ്സ്റ്റെയിനെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സ്വാധീനിക്കാനും അല്ലെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാനുമുള്ള ഒരു വഴിയായിരുന്നു എപ്സ്റ്റെയിൻ എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ബന്ധമായിരുന്നിരിക്കണം എപ്സ്റ്റെയിനുള്ളത്. അത് അങ്ങനെ തന്നെ ഞാനും കണക്കാക്കുന്നു. അല്ലാതെ ഒരു ചീത്ത ബന്ധം ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കുറവാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം ഈ ഇന്ത്യ ഒരു രാജ്യദ്രോഹിയായിട്ടൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഗുർപത്വന്ത് സിംഗ് പന്നൂൻ അങ്ങേരെ എൻ്റെ ഒരു പഴയകാല സുഹൃത്താണ് എന്ന് കരുതി എനിക്ക് അയാളുമായിട്ട് അങ്ങനെ ഒരു പ്രൊഫഷണൽ ബന്ധമല്ലാതെ വേറെ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇതിങ്ങനെ പലതരം ബന്ധങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. ആരുമായിട്ടെങ്കിലും അവരാരാണെന്നോ അവർ പിന്നീട് ചെയ്യുന്ന എന്താണെന്നോ നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കതിനെപ്പറ്റി അറിയുകയുമില്ല. നമുക്ക് പലതരത്തിലുള്ള ബന്ധം ഇങ്ങനെയാണ് പലപ്പോഴും. ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ, ഈ പ്രൊഫഷണലായിട്ടുള്ള ബന്ധങ്ങളൊക്കെ പലപ്പോഴും ഇങ്ങനെയായിരിക്കും. എന്തായാലും ഹർദീപ് സിംഗ് പുരി പറയുന്നത് തന്നെ വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ.
എന്ന് കരുതുന്നു. ഇനി മൂന്നാമത്തെ കാര്യം, ഈ വാക്സിൻ വിരുദ്ധത നമ്മളിപ്പോൾ കാണുന്നുണ്ട്. നമ്മുടെ റോബർട്ട് എഫ് കെന്നഡി, നമ്മുടെ ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസ് സെക്രട്ടറി, പലവിധ വാക്സിനുകളും നിർത്തലാക്കിയോ അല്ലെങ്കിൽ ഇത്രയധികം വാക്സിനുകളൊന്നും കഴിക്കേണ്ട അങ്ങനെയുള്ള ഒരു തീട്ടൂരമാണ് സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇന്നിപ്പം ന്യൂയോർക്ക് ടൈംസിൻ്റെ ഒരു കവർ സ്റ്റോറി തന്നെ ഈ സർക്കാരിൻ്റെ ഈ നിലപാട് വന്നതിനെ തുടർന്ന് ഈ പല വാക്സിൻ ഡിപ്പാർട്ട്മെൻറ്റുകളും പലയിടത്തെയും ആളുകളെ കുറയ്ക്കുകയും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ അടച്ചുപൂട്ടുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതി വന്നിരിക്കുന്നു. ഈ ഫൈസറും അതുപോലെയൊക്കെയുള്ള വലിയ കമ്പനികൾ. അപ്പം ഈ മനുഷ്യരാശി നേടിയ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാണ് ഈ വാക്സിനൊക്കെ. ഇപ്പോൾ കോവിഡ് മൂർധന്യത്തിലായിരിക്കെ ആ വാക്സിൻ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിലത്തെ അവസ്ഥയൊന്ന് പറഞ്ഞേ. ആ വാക്സിന് പല ദോഷങ്ങളും ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ ആ വാക്സിൻ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? ഇനിയും നമ്മളെല്ലാം പേടിച്ച് വിറച്ച് എപ്പോൾ വേണേലും എന്ത് വേണേലും സംഭവിക്കാമെന്നുള്ള ആ പേടിയിൽ കഴിയുമായിരുന്നിരിക്കും. അപ്പോൾ അത് ഇല്ലാതായത് ആ വാക്സിൻ കണ്ടുപിടിച്ച് വാക്സിൻ ഉപയോഗിച്ചു. അതിനുശേഷം നമുക്ക് ആ പേടി അങ്ങ് പോയി. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ ഇത്രയധികം ഒന്നും പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു. കുറച്ച് ആളുകളല്ല, ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുകയുണ്ടായി. അത് കൂടുതലും പ്രായമുള്ളവരാണ് മരിച്ചത്. ഒരുപക്ഷെ ഈ പ്രകൃതി മാൽത്തസിൻ്റെ സിദ്ധാന്തം അതാണല്ലോ, ഈ പ്രായം കൂടുതലുള്ളവരും ഭൂമിക്ക് ഭാരമായിട്ടുള്ളവരും വരുമ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് അവരങ്ങ് ചത്തൊടുങ്ങും എന്നാണല്ലോ ആ സിദ്ധാന്തം തന്നെ. അതുപോലെ വല്ലതും ആയിരുന്നിരിക്കാം. എങ്ങനെയായാലും ഈ വാക്സിൻ പൊതുവിൽ നമുക്കൊക്കെ ഗുണകരമായൊരു കാര്യമായിട്ടാണ് നമ്മൾ ഒക്കെ കാണുന്നത്. ഇപ്പം സ്മോൾ പോക്സിൻ്റെ വാക്സിൻ, ആ വസൂരി അതില്ലാതായത്, പ്ലേഗ് ഇല്ലാതായത്, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളെല്ലാം, ഇതെല്ലാം ഈ വാക്സിൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് മനുഷ്യരാശി പുരോഗതി കൈവരിച്ചുകൊണ്ടിരുന്നത്. അതിലെന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടാം, അല്ലെങ്കിൽ കൂടുതൽ പരിശോധനകൾ അതിനു വേണ്ടിയിട്ട് ചെയ്യാം. എന്നല്ലാതെ വാക്സിൻ ഇല്ലാതാക്കുന്നതിൻ്റെ ആശാസ്യത മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ ന്യൂയോർക്ക് പോസ്റ്റ് പ്രസിഡന്റ് ട്രംപിൻ്റെ വലം കൈയാണ്. കാരണം ഏറ്റവും വലിയ വാർത്തകളൊക്കെ പെട്ടെന്ന് കിട്ടുന്ന അവർക്കാണ്. കാരണം പ്രസിഡന്റിനെ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എല്ലാവിധ രഹസ്യങ്ങളും ആദ്യം ചോർത്തി കൊടുക്കുന്ന അവർക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവർ പോലും എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്, ഇപ്പം എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നതിൻ്റെ അതിൻ്റെ പ്രധാന കഥാപുരുഷൻ ഒരു ഇന്ത്യക്കാരനാണ്, ഡോക്ടർ വിനയ് പ്രസാദ്. അദ്ദേഹം FDA എന്തോ ഈ ഇങ്ങനെയുള്ള മരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അതിൻ്റെ തലവനാണ്. അപ്പോൾ അദ്ദേഹം ഒരു വാക്സിൻ വിരുദ്ധനാണ്, നമ്മുടെ കെന്നഡിയെ പോലെ തന്നെ. അപ്പോൾ ഇപ്പോൾ പുതിയൊരു വാക്സിൻ, അതായത് ഈ പ്രായമായവർക്ക് ഉണ്ടാകുന്ന ഒരുതരം ഫ്ലൂ, അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വാക്സിൻ മൊഡേർണ കണ്ടുപിടിച്ചിരിക്കുന്നു. മൊഡേർണ നമുക്കറിയാം, അവരും അന്ന് കോവിഡ് വാക്സിൻ കണ്ടുപിടിച്ച പ്രധാനപ്പെട്ട കമ്പനിയായിരുന്നു. മൊഡേർണയും ഫൈസറുമാണ് 2 കമ്പനികൾ. അപ്പോൾ മൊഡേർണ ഇങ്ങനൊരു വാക്സിൻ കണ്ടുപിടിച്ചിരിക്കുന്നു. അതേതായാലും ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുന്നു ഈ വിനയ് പ്രസാദ്. അത് ഒരുപാട് പേരുടെ മരണത്തിനിടയാക്കും. അത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദോഷകരമാണെന്നും പറഞ്ഞാണ് ഈ ന്യൂയോർക്ക് പോസ്റ്റിൻ്റെ എഡിറ്റോറിയൽ. അത് പ്രസിഡന്റ് ട്രംപ് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നും അവർ ചോദിക്കുന്നു. അപ്പോൾ ഈ വാക്സിന് കാനഡയിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അംഗീകാരം ലഭിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ അവിടെയൊക്കെ പോയി വേണമെങ്കിൽ നമുക്ക് വാക്സിൻ എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ വാക്സിൻ കാര്യത്തിൽ ഒരു പൊളിറ്റിക്സ് കൊണ്ടുവരുന്നത് എത്രയോ ഖേദകരമായൊരു കാര്യമാണ്. വാക്സിൻ അത് ശാസ്ത്രീയമായ കാര്യമാണ്. ശാസ്ത്രത്തെ ശാസ്ത്രമായിട്ട് തന്നെ കാണണം. അത് ശാസ്ത്രം ശരിയല്ലെങ്കിൽ അത് തിരുത്തണം. അതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളതാണ് വേണ്ടത്. അത് കൂടുതൽ പരീക്ഷണങ്ങളും ഒക്കെ നടത്തിയത് തിരുത്തുക എന്നുള്ളതാണ് വേണ്ടത്. അതിനു പകരം അത് പാടേ വേണ്ട എന്നുള്ളൊരു നിലപാട്, ആ ഒരു വിരുദ്ധത, വാക്സിൻ വിരുദ്ധത, അത് മനസ്സിലാവുന്നില്ല. വ്യക്തിപരമായ ഒരു കാര്യമല്ല, ഈ രാഷ്ട്രീയമായിട്ടുള്ള ഒരു രാഷ്ട്രത്തെ മുഴുവൻ ബാധിക്കുന്ന, അവരുടെ മൊത്തം ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ഉണ്ടാവേണ്ടത്. എന്തായാലും വാക്സിൻ വിരുദ്ധത ശരിയല്ല, രാജ്യത്തെ മൊത്തം ദ്രോഹിക്കുന്നൊരു കാര്യമാണത്. അപ്പം പ്രസിഡന്റ് ട്രംപ് ഇതൊന്നും അറിയുന്നില്ല എന്നാണ് ന്യൂയോർക്ക് പോസ്റ്റ് ചോദിച്ചത്. അത് തന്നെ നമ്മളും ചോദിക്കുന്നു.